ഇന്നലെ കൂടൽക്കടവിൽ വെച്ച് ആദിവാസി യുവാവായ മാദനോട് കൊടും ക്രൂരത കാണിച്ച ആ പ്രതികൾ ഉപയോഗിച്ച കാറാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. KL 52H 8733 നമ്പറിലുള്ള മാരുതി സെലേറിയോ കാറാണ്. ചുവന്ന നിറത്തിലുള്ള ഈ കാർ നമ്മളൊക്കെ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ ഫ്രണ്ട് ഡോറിൽ ഇരുന്ന ആളാണ് ഈ മാദനെ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോയത്. ഈ പ്രതികളെ ആരൊക്കെയാണെന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കമ്പളക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കണിയാമ്പറ്റ പഞ്ചായത്തിൽ പച്ചിലക്കാട് താമസിക്കുന്ന അർഷീദിൻ്റെ 3 സുഹൃത്തുക്കളുമാണ് വണ്ടിയിലുണ്ടായിരുന്നതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അർഷീദിൻ്റെ വീട്ടിൽ നിന്നാണ് വണ്ടി കസ്റ്റഡിയിലെടുത്തത്. പ്രതികൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം വണ്ടി അവിടെ എത്തിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ നിന്ന് പോവുകയായിരുന്നു എന്നാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണെന്നും SHO പ്രതികരിച്ചു. നിലവിൽ അർഷിദും അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 3 പേരെന്ന ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. അർഷിദിൻ്റെ പേരും അഡ്രസ്സൊക്കെ കിട്ടി. കണിയാമ്പറ്റ സ്വദേശിയാണ്, പച്ചിലക്കാട്. ഇനിയുള്ള 3 പേരെ കൂടെ കണ്ടുപിടിക്കുന്നത് അയാൾക്കേ അറിയാൻ പറ്റുള്ളൂ. കുറ്റിപ്പുറം സ്വദേശിയാണ്. അവരുടെ മകളെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് ഇവിടെയാണ്, പച്ചിലക്കാട്. അപ്പം മകളുടെ ഭർത്താവിനായിട്ടാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. അർഷിദ് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അനിയനാണ്. സംഭവത്തിന് ശേഷം ഒരു വീട്ടിൽ വണ്ടിയും കൊണ്ടിട്ടിട്ട് ഇങ്ങനെ പോയി. പ്രതികളെ എത്രയും പെട്ടെന്ന് നമ്മൾ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി ചെയ്യും. കാർ കണ്ടെത്തിയത് ഈ അന്വേഷണത്തിലെ ഒരു വഴിത്തിരിവാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്പ സമയം കൊണ്ട് തന്നെ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതാണ് ഇപ്പോൾ അന്വേഷണ സംഘം നേരിടുന്ന ഒരു പ്രതിസന്ധി. എന്തായാലും ഈ മാദനോട് വലിയ ക്രൂരതയാണ് ഉണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാം രാവിലെ മുതൽ തന്നെ കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് കുടുംബാംഗങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതാണ്. തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാദൻ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് ഈ സംഭവത്തിലെ പ്രതികളെ കണ്ടെത്തണമെന്ന ആവശ്യമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നത്. അതിന് പോലീസിന് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാർ കണ്ടെത്തിയതോടെ ഈ പ്രതി ആരെന്ന് പ്രധാന പ്രതി കാർ ഓടിച്ചിരുന്ന ആളെയും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ഈ 4 പേരെയും കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.